വേണ്ട എന്ന് പറഞ്ഞിട്ടും ആരോഗ്യമന്ത്രി വീണ ജോർജ് ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. സ്വന്തം ഭർത്താവ് പോലും സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് CPM അവരെ നിർത്തി മത്സരിപ്പിക്കുന്നത്. സിറ്റിംഗ് MLA മാർക്കും മന്ത്രിമാർക്കും സീറ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വീണ ജോർജിനും സീറ്റ് നൽകുന്നു എന്നല്ലാതെ കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും ശപിക്കപ്പെട്ട മന്ത്രി എന്ന് പേരെടുത്ത ഒരാൾ ഇങ്ങനെ മത്സരിക്കാൻ സാധ്യത വളരെ കുറവായിരുന്നു. മറ്റൊരു തലത്തിലാണെങ്കിൽ ഇതിനു മുമ്പ് EK നയനാരോ അല്ലെങ്കിൽ EMS ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ കാഴ്ചവെച്ച ആരോഗ്യമേഖലയെ തകർത്ത ഒരു മന്ത്രിയെ വീണ്ടും മത്സരിപ്പിക്കില്ലായിരുന്നു. ഇപ്പോൾ അതല്ല വിഷയം. കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരിയായ ഒരു വ്യക്തിയെ കേരളത്തിന് ഇനി വേണ്ട എന്ന് പറയുന്നതിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായ CPM നേതാവ് പത്മകുമാറിനെ ആറന്മുളയിലെ LDFൻ്റെ പദവിയിൽ നിന്നെല്ലാം നീക്കിയിരിക്കുന്നു. അതായത് ആറന്മുള വീണ ജോർജിനെ നിർത്തി വലിയൊരു പോരാട്ടത്തിന് കോപ്പുകൂട്ടുന്ന CPMന് ആദ്യം ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം പത്മകുമാറിനെ അവിടെ നിന്ന് ഓടിക്കാനായിരുന്നു. ആറന്മുള മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് പത്മകുമാർ. അങ്ങനെയുള്ളൊരു സെക്രട്ടറിയെ വച്ച് അവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്നുറപ്പായതോടെയാണ് സെക്രട്ടറിയെ മാറ്റിയത്. ആരോഗ്യരംഗം തകർത്തതിന് പുറമെ ശബരിമലയിലെ സ്വർണം കട്ടതും അങ്ങനെ ഇപ്പോൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയാവുകയാണ്. മുഖം രക്ഷിക്കാൻ വേണ്ടി പകരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഓമല്ലൂർ ശങ്കരനാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഏതായാലും നിലവിലെ MLAയും മന്ത്രിയുമായിരിക്കുന്ന വീണ ജോർജ് മനുഷ്യനെ കൊലക്കു കൊടുത്ത ആരോഗ്യവകുപ്പിൻ്റെ ചുമതലക്കാരിയായി ഉള്ളപ്പോൾ തന്നെ ശബരിമലയിലെ അയ്യപ്പൻ്റെ, അതായത് ആറന്മുളക്കാരുടെയെല്ലാം ഏറ്റവും വലിയ ആരാധനാമൂർത്തിയായ അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയവരെ സെക്രട്ടറിയായും കണ്ടതിൻ്റെയും എല്ലാ പ്രായശ്ചിത്തം ഒരുമിച്ച് ചെയ്യാൻ നിൽക്കുകയാണ് ആറന്മുളയുടെ വോട്ടർമാർ. അത് മനസ്സിലാക്കിയതോടെയാണ് പത്മകുമാറിനെ മെല്ലെ പിന്നോട്ട് വലിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ കൂടിയായിരുന്ന പത്മകുമാറിനെതിരായ സംഘടനാ നടപടിയിൽ ഇനി നാളെ മറ്റൊരു തീരുമാനമുണ്ടായേക്കും എന്നും പറയുന്നു. അതായത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരും. ആ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്താനാണ് സാധ്യത. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടി. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ നടപടി എന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും അയ്യപ്പൻ്റെ സ്വർണം മുതൽ മോഷ്ടിച്ചതിന് പരിഹാരമൊന്നും ആകുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ സംഭവത്തിൽ പത്മകുമാർ CPMന് വിശദീകരണം നൽകിയത് നമ്മൾ കണ്ടു. തെറ്റ് ചെയ്തിട്ടില്ല എന്നും പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്നുമാണ് തപാലിലൂടെ പത്മകുമാറിനോട് ജില്ലാ നേതൃത്വം ചോദിച്ചൊരു ചോദ്യത്തിന് ദൂതൻ വഴി അദ്ദേഹം മറുപടി കൈമാറിയത്. സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ പോയപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഈ പത്മകുമാർ. അദ്ദേഹത്തെ തൊടാൻ ഒരാൾക്കും ധൈര്യം വന്നില്ല. അങ്ങനെയുള്ള ഒരാളെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്ക് ഭയമാണ്. അങ്ങനെ നേരിട്ടാൽ തോൽക്കും എന്നുറപ്പിച്ച് CPM പത്മകുമാറിനെ പിൻവലിക്കുമ്പോൾ ഒരു സത്യം ഇവിടെ തെളിയുകയാണ്. പത്മകുമാർ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിൽ പ്രതിയാണ്, വ്യക്തമായ പങ്കുവഹിച്ച ഒരാളുമാണ്. അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ പേടിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാകുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നുമൊക്കെ ഒഴിവാക്കുകയാണ്. അതിനർത്ഥം പത്മകുമാർ വെറുക്കപ്പെട്ടവൻ തന്നെയാണ് ജനങ്ങൾക്ക് എന്നുള്ളത്. പക്ഷേ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ പല പ്രമുഖരുടെയും പേര് അദ്ദേഹം വിളിച്ചു പറയും. പ്രമുഖർ വരെ അകത്താകും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഏതായാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയ സ്ഥിതിക്ക് വീണ ജോർജിൻ്റെ പരാജയം ഉറപ്പായതോടെയാണ് പത്മകുമാറിനെതിരെ ഈ ഒരു തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്നത്.